ഒരാളെയും പ്രയാസപ്പെടുത്തരുത്. ജുമാക്ക് വന്നിരിക്കുമ്പോൾ ജുമാക്ക് പള്ളിയിലെ ഉള്ളിൽ സ്ഥലമില്ല, പുറത്ത് ബുദ്ധിമുട്ടാണ്, ചൂടിലാണ് ആളുകൾ നിൽക്കുന്നത്. ഉള്ളിൽ മാക്സിമം സ്ക്വീസ് ചെയ്തിട്ട് മാക്സിമം ആളുകൾ ഉള്ളിലേക്ക് കയറാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. ഇമാമുമാർ പുറത്ത് എത്രയോ ആളുകൾ വെയിൽ കൊണ്ട് നിസ്കരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പുറത്ത് ആളുകൾ പള്ളി നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. നിസ്കാരത്തിന്റെ ഖിറാഅത്ത് പോലും ചുരുക്കണം, ഖുത്ബ ചുരുക്കണം. കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല എന്നാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് ഒരൽപ്പം നീളമുള്ള സൂറത്ത് ഓതിയപ്പോഴാ ഹബീബായ നബി തങ്ങൾ ചോദിച്ചത്, അഫത്താനുൻ അൻത യാ മുആദ്, മുആദേ നിങ്ങൾ ഫിത്ന ചെയ്യുന്ന ആളാണോ എന്ന് ചോദിച്ചു ഹബീബായ നബി തങ്ങൾ. മുആദ് റളിയല്ലാഹു അൻഹു ആരാന്നറിയോ? പണ്ഡിതന്മാരുടെ നേതാവാണ്. യസ്ബിഖുൽ ഉലമാഅ ഇലൽ ജന്നതി ബിറത്വതി ഹജറിൻ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ സ്വഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ആലിമീങ്ങൾ മുഴുവൻ സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നതിന്റെ ഒരു കാലം മുമ്പ് മുആദ് എന്നവർ സ്വർഗ്ഗത്തിൽ കടന്നിരിക്കും. പണ്ഡിതന്മാരുടെ നേതാവാണ്. സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്ന, അവരാണ് മുആദ് തങ്ങൾ. ആ സ്വഹാബിയോട് തങ്ങൾ പറഞ്ഞു, മുആദേ നിങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുകയാണോ? എന്താ കാരണം എന്നറിയോ? നിസ്കാര ഇശായിൽ ദീർഘമായി സൂറത്ത് ഓതിയതാ വിഷയം. അന്നൊരു അൻസ്വാരിയായ കർഷകൻ നിസ്കരിക്കാൻ വേണ്ടി വന്നിരിക്കാൻ. മുആദ് എന്നവർ ഇമാമാണ്. മുആദ് എന്നവർ ചെയ്തിരുന്ന പണി എന്ന് വെച്ചാല് റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ മദീനത്തെ പള്ളിയിൽ ജമാഅത്തായിട്ട് ഹബീബിന്റെ കൂടെ മഅ്മൂമായി നിസ്കരിക്കും. എന്നിട്ട് സ്വന്തം നാട്ടുകാർക്ക് മഹല്ലുകാർക്ക് സുന്നത്താണ് മൂപ്പർക്ക് ഇശാഇന്റെ ഇമാമായി നിസ്കരിക്കും. മൂപ്പരുടെ ഇശാ നിസ്കരിച്ചിട്ടുണ്ടാവും. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി മൂപ്പർ എന്ത് ചെയ്യും? ഇമാമായി നിസ്കരിക്കും മഹല്ലിൽ ചെന്നിട്ട്. അങ്ങനെ നിസ്കരിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് മുആദ് റളിയല്ലാഹു അൻഹു. അന്നത്തെ സാഹചര്യം അനുസരിച്ചതാ, പഠിപ്പിച്ചു കൊടുക്കാൻ ആള് വേണം. മുആദ് തങ്ങൾ അവിടെ നിന്ന് നിസ്കരിക്കുമായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി. അപ്പൊ ഒരു കർഷകൻ വന്നു. മുആദ് എന്നവര് സൂറത്തുൽ ബഖറ തുടങ്ങിയത്. കാരണം നല്ല ഹാഫിളാണ്, ആലിമാണ്, റാഹത്തിൽ ഓതാന്ന് വിചാരിച്ചു. അങ്ങനെ ഈ കർഷകനായ മനുഷ്യൻ കൈയഴിച്ചു, സലാം വീട്ടി. ഒറ്റക്ക് പോയി നിസ്കരിച്ചിട്ട് ഒരൊറ്റ പോക്ക് വീട്ടിലേക്ക്. പിറ്റേന്ന് രാവിലെ ഹബീബിന്റെ മുമ്പിൽ ചെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വിവരത്തുമ്പോഴേക്ക് വേറെ ഒരാൾ ചെന്ന് മുആദ് എന്നവരോട് ആദ്യമേ പറഞ്ഞു, മുആദ് എന്നവരെ നിങ്ങൾ അറിഞ്ഞോ? എന്ത്? ഇന്നാലിന്ന ഒരാൾ നിങ്ങളുടെ കൂടെ അല്ലാഹു അക്ബർ എന്നൊക്കെ ചൊല്ലിയിട്ട് നിസ്കാരത്തിനിടക്ക് പോയി. മുആദ് എന്ന് പറഞ്ഞത് മുനാഫിഖ്, അത് മുനാഫിഖിന്റെ പണിയാണല്ലോ എന്ന് പറഞ്ഞു മുആദ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ സാധുത കേൾക്കുകയും ചെയ്തു, അറിഞ്ഞു. പൊന്നാര നബിയെ, ഞാൻ കർഷകനാണ്. ലീ നാദുഹാൻ, എനിക്ക് 2 ഒട്ടകമുണ്ട്. വെള്ളം കിണറ്റിന്ന് കോരുന്ന ഒട്ടകം, അങ്ങനെ കയറിങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന ഒട്ടകം. ആ ഒട്ടകത്തിന്റെ പിന്നാലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന ആളാ ഞാൻ. പൊന്നാര നബിയെ, വെയിൽ കൊണ്ടിട്ടാ ഞാൻ പണിയെടുക്കുന്നത്. ആ ഒട്ടകത്തെ നോക്കണം, വെള്ളം ചിന്താതെ നോക്കണം, വെള്ളം ഒഴിച്ചെടുക്കണം, ആള് കിടന്നതിന്റെ പൈസ വാങ്ങിക്കണം. ഇങ്ങനെ ക്ഷീണിച്ച് തളർന്ന് ഞാൻ ഭക്ഷണം പോലും കഴിക്കാതെ നിസ്കരിച്ചിട്ട് പോകാമെന്ന് വന്ന് നിൽക്കുമ്പോ മുആദ് എന്നവർ ചൊല്ലുന്നു സൂറത്തുൽ ബഖറയിലെ ആയത്തുകളാ തുടങ്ങുന്നത്. പൊന്നാര നബി, എന്നെ കൊണ്ട് പറ്റൂല അത്ര നേരം നിൽക്കാൻ. ഞാൻ പോന്നു. എന്നിട്ട് പോന്ന് എന്നെ പറ്റി പറയാണ് ഞാൻ മുനാഫിഖാണ് എന്ന്. അള്ളാഹുവിന്റെ റസൂൽ വിളിച്ചു മുആദ് എന്നവരെ, മുആദേ ഈ സംഭവം ശരിയാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ സൂറത്തുൽ ബഖറയൊക്കെ ഓതല് ഇശാക്ക് എന്ന് ചോദിച്ചു. ആ നബി, എൻ്റെ നാട്ടുകാരല്ലേ, ഇവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, സമയമുണ്ടല്ലോ, ഞാൻ റാഹത്തിലങ്ങ് ഓതി കൊടുക്കും. എന്നാൽ മുആദേ, നിങ്ങളുടെ പിന്നിൽ നിസ്കരിക്കുന്നവരിൽ അൽളഈഫ, വളരെ ആരോഗ്യം കുറഞ്ഞ ആളുകൾ ഉണ്ടാകും. വൽ മരീള, രോഗികളുണ്ടാകും. വൽ മുസാഫിറ, യാത്ര പോകുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോ അത്തരം ആളുകൾ ബാക്കിലുണ്ടാകുമ്പോൾ നിങ്ങൾ ദീർഘമായി സൂറത്ത് ഓതാൻ പാടില്ല. മുആദ്, അഫത്താനുൻ അൻത യാ മുആദ്, മുആദേ ഇത് ഫിത്നയാണ്, ഇത് ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് എന്നവർ പിന്നെ ചെറിയ സൂറത്ത് ഓതാറുള്ളതാണ്. പിന്നെ പ്രത്യേകമായൊരു മസ്ജിദാണ്. ആളുകൾ വഴിയാത്രക്കാരൊന്നും കൂടുന്ന സ്ഥലമല്ല, നാട്ടുകാർ മാത്രമേ ഉള്ളൂ. അതിൽ യാത്രക്കാരൊന്നും ഇല്ല, എല്ലാവർക്കും പൊരുത്തമാണ്. എന്നാൽ പിന്നെ ദീർഘമായി സൂറത്ത് ഓതിക്കും, ഒരു കുഴപ്പമില്ല. അതല്ല, പല ആളുകളും കയറിറങ്ങി പോകുന്ന മസ്ജിദാണ്, യാത്രക്കാർ കൂടുതൽ കാണും. അവർക്ക് വേണ്ടി നിസ്കാരം ചുരുക്കലാണ്. അതാണ് ഫിഖ്, അതാണ് ദീൻ മനസ്സിലാക്കൽ.